മൊഡ്യൂൾ 1 ഇൻട്രൊഡക്ഷൻ പ്രിൻസിപ്പിൾസ് ഓഫ് ബിസിനസ് ഡിസിഷൻ എന്നുള്ള ടെക്സ്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളാണത്. ഇതിൽ ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് എൻവയോൺമെൻറ്റ്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓഫ് എക്കണോമിക് തിയറീസ്, മൈക്രോ എൻവയോൺമെൻറ്റ്, മാക്രോ എക്കണോമിക് തിയറീസ്, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇവിടെ പറയുന്നത് ഡിസിഷൻ, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. One of the most important function of business management is decision making. The success and failure of business depends mainly on the quality of decisions it takes. നമ്മൾക്കറിയാം, ഏതൊരു ബിസിനസ്സിലും ലൈഫിൽ എന്തൊരു ഇമ്പോർട്ടൻ്റ് മാറ്റർ ആണെങ്കിലും അതിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അല്ലേ? നമ്മളുടെ ആ തീരുമാനം എത്രത്തോളം നല്ലതാണോ അതിനനുസരിച്ചിരിക്കും നമ്മളുടെ ആ ബിസിനസ്സിൻ്റെ സക്സസ് ആൻഡ് ഫെയിലിയർ. ഓക്കെ, ബട്ട് ഡിസിഷൻ മേക്കിംഗ് is not a easy job. നമ്മൾക്ക് അറിയാവുന്നതാണ്. A business manager come across large number of business problems like what to produce, how to produce, how much to produce, what should be the input combinations, how to promote sales, how to manage profit, capital and so on. Decision making is only a solution to solve all those problems. All these problems have many alternative solutions. അപ്പോൾ നമ്മൾക്കറിയാം, ഒരു ബിസിനസ്മാൻ എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കണം, എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, നമ്മളതിൽ കൊടുക്കേണ്ട ഇൻപുട്സ് എന്തൊക്കെയാണ്, ദെൻ സെയിൽസ് പ്രൊമോഷന് വേണ്ടി യൂസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് മാനേജ് ചെയ്യുക, എങ്ങനെയാണ് ക്യാപിറ്റൽ മാനേജ് ചെയ്യുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരു ബിസിനസ്മാൻ കറക്റ്റായിട്ട് നോക്കിയിരിക്കണം. സോ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഈ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഒരേ ഒരു ഡിസിഷൻസ് മതി. പക്ഷേ പല ആൾട്ടർനേറ്റീവ് ഡിസിഷൻസ് നമ്മൾക്ക് ഒരു കാര്യം സോൾവ് ചെയ്യാനായിട്ടുണ്ടാവും. അതിൽ നിന്ന് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. Then decision making is the process of selecting the best alternative solution to the business problem from among various alternative solutions. A business manager cannot select a particular alternative without studying the cost and benefit associated with each alternative solution. A detailed cost and benefit analysis requires knowledge of economic concepts and principles. Then നമ്മൾ പറഞ്ഞു, കുറേ ആൾട്ടർനേറ്റീവ്സിൽ നിന്നും ഒരു ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. നമ്മൾ എങ്ങനെ ആ ഒരു ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഫൈൻഡ് ചെയ്യുക? അതിന് വേണ്ടിയിട്ട് കുറേ ആൾട്ടർനേറ്റീവ്സിൽ നിന്നും നമ്മൾ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തണം. ഓരോ ആൾട്ടർനേറ്റീവ് എടുത്തിട്ട് ആ ഒരു ആൾട്ടർനേറ്റീവ് നമ്മൾ യൂസ് ചെയ്താൽ നമ്മൾക്ക് എത്ര കോസ്റ്റ് വരും, അതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് ഉള്ളത്. ഓക്കെ, അത് എല്ലാ ആൾട്ടർനേറ്റീവ്സിൻ്റെയും കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തിയതിന് ശേഷമാണ് അതിൽ നിന്നും ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബിസിനസ്സിലുള്ള കുറേ ആൾട്ടർനേറ്റീവ് ബിസിനസ് കോൺസെപ്റ്റ്സിനെ പറ്റിയിട്ട്, അതുപോലെ പ്രിൻസിപ്പിൾസിനെ പറ്റിയിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. Economic theories provide concepts and principles which can be used by business managers to find solutions to business problems. Economic theories also provide a knowledge of modern methods of production and production at lowest cost. It also helps business managers to use their scarce resources in such a way as to maximize profit. അപ്പോൾ നമ്മളുടെ എക്കണോമിക് തിയറീസും എക്കണോമിക് കോൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസൊക്കെ അറിഞ്ഞാൽ മാനേജേഴ്സിന് ഒരു പ്രോബ്ലത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റിൽ നമ്മളുടെ കയ്യിലുള്ള റിസോഴ്സസിനെ നന്നായി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് കുറച്ചുള്ള റിസോഴ്സസിനെ മാക്സിമം പ്രോഫിറ്റ്, ഓക്കെ, ചെറിയ റിസോഴ്സിൽ നിന്നും മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന രീതിയിൽ നമ്മൾക്ക് പ്രൊഡക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അടുത്തത് വരുന്നതാണ് നമ്മുടെ മെയിൻ ടോപ്പിക്ക്, എക്കണോമിക്സ്. The term economics owes its origin to the Greek word oikonomia, which means household. Economics is a science that deals with human wants and their satisfaction. അപ്പോൾ എക്കണോമിക്സ് എന്നുള്ള വേർഡ് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്. ഒയിക്കണോമിയ എന്നുള്ളതാണ് ഗ്രീക്ക് വേർഡ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് എന്നുള്ളതാണ്. ദെൻ എക്കണോമിക്സ് പഠിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഹ്യൂമൻ വാണ്ട്സും അതുപോലെ തന്നെ അവരുടെ സാറ്റിസ്ഫാക്ഷനും അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ എക്കണോമിക്സിൽ പഠിക്കുന്നത്. ഓക്കെ, ഹ്യൂമൻ ബീങ്സ് ഹാവ് അൺലിമിറ്റഡ് വാണ്ട്സ് ആൻഡ് ദിസ് വാണ്ട്സ് ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമ്മൾക്കറിയാം അല്ലേ, ഹ്യൂമൻ ബീങ്സിന് അൺലിമിറ്റഡ് വാണ്ട്സ് ആണ്. അവർക്ക് ഒരേ ദിവസം അതല്ലെങ്കിൽ ഒരു വാണ്ട് സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അടുത്ത വാണ്ട് വരികയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അവരുടെ വാണ്ട്സ് ആൻഡ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്തിലൂടെയാണ്? ഗുഡ്സ് ആൻഡ് സർവീസസ്, അവർക്ക് ആവശ്യമുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഹ്യൂമൻ ബീങ്സിൻ്റെ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. In the day-to-day life, we have been using many products like food items, clothes, watches, pens, pencils, books, TV sets, camera, cars, computers, and the list goes on. We also require
സർവീസ് ഓഫ് ഡോക്ടേഴ്സ്, നഴ്സ്, ലോയേഴ്സ്, ടീച്ചേഴ്സ് ആൻഡ് സോ ഓൺ. അപ്പോൾ നമ്മൾക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ കുറേ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല സർവീസസ് നമ്മൾക്കറിയാം. പ്രോഡക്റ്റ്സ് പെൻ, പെൻസിൽ, ബുക്ക്, ടി വി, അങ്ങനെ പല പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സർവീസസിൽ വരുന്നതാണ് നമ്മളൊരു ഡോക്ടറിനെ കാണാൻ പോയത്, ഡോക്ടറിൻ്റെ സർവീസ് നമ്മൾ സ്വീകരിക്കുകയാണ്. അതുപോലെ നഴ്സ്, ലോയേഴ്സ്, ടീച്ചേഴ്സ്, ലോണ്ടറേഴ്സ്, ഇവരുടെ എല്ലാം സർവീസ് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്, എക്കണോമിയ എന്നുള്ളതാണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡ് എന്നാണ്. അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് എക്കണോമിക്സ് എന്നുള്ള ഒരു സയൻസ് ഡീൽ ചെയ്യുന്നത്. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ദെൻ ഹ്യൂമൻ ബീയിങ്സിൻ്റെ വാണ്ട്സ് അൺലിമിറ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ വാണ്ട്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് പല പ്രോഡക്ട്സും സർവീസസും അവർക്ക് കൊടുത്തുകൊണ്ടാണ്. ഓക്കെ, ദെൻ thus every one of us are consumers because we consume goods and services in our day-to-day life. Then in order to consume goods and services we require money. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം കൺസ്യൂമേഴ്സാണ് അല്ലേ. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ പല ഗുഡ്സും സർവീസസും നമ്മൾ എന്താണ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ചെയ്യാൻ നമ്മൾക്ക് എന്ത് വേണം, കൺസ്യൂം ചെയ്യാൻ എന്ത് വേണം, മണി വേണം അല്ലേ. ബട്ട് മണി ദാറ്റ് ഈസ് എ റിസോഴ്സ് അവൈലബിൾ ഫോർ കൺസംഷൻ ഇസ് ലിമിറ്റഡ്. ദസ് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആൻഡ് റിസോഴ്സ് അവൈലബിൾ ഫോർ സാറ്റിസ്ഫൈങ് ഹ്യൂമൻ വാണ്ട്സ് ആർ ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ നമ്മളിതിന് മനസ്സിലാക്കേണ്ടത് എന്താണ്, മണി ലിമിറ്റഡ് ആണ് അല്ലേ. നമ്മളുടെ കയ്യിലുള്ള മണി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. പക്ഷേ നമ്മളുടെ വാണ്ട്സ് നമ്മളുടെ കയ്യിലുള്ള മണിയുടെ അത്രയല്ല, അല്ലെങ്കിൽ ആ മണി കൊണ്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്നതിന് മേലെയാണ് നമ്മളുടെ വാണ്ട്സ് അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യങ്ങൾ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പറയാം ഹ്യൂമൻ ബീയിങ്സിൻ്റെ വാണ്ട്സ്, ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണ്. പക്ഷേ നമ്മളുടെ കയ്യിലുള്ള റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. ഓക്കെ, then goods and services have to be produced for the people to consume. All those who are involved in the production of goods and services are called producers. Thus a farmer who produces rice and vegetables, a carpenter who makes a table and chairs, a pharmaceutical company who produces medicines, a transporter who distributes all those goods, then a doctor, lawyer, teacher, etc. who produces services are all producers. അപ്പോൾ ആരാണോ നമ്മൾക്ക് വേണ്ടി പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഉണ്ടാക്കുന്നത് അല്ലേ, അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ എന്നുള്ള ഒരു ജോലിയിൽ ഏർപ്പെടുന്നത്, അവരെല്ലാം നമ്മൾ വിളിക്കുന്നത് എന്താണ്, പ്രൊഡ്യൂസേഴ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വേണ്ടി അരിയും വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കുന്നവരെ നമ്മൾ ഫാർമേഴ്സ് എന്ന് വിളിക്കും. അവരും പ്രൊഡ്യൂസേഴ്സാണ്. ദെൻ ചെയേഴ്സ്, ടേബിളൊക്കെ ഉണ്ടാക്കുന്നവർ, അവരും പ്രൊഡ്യൂസേഴ്സാണ്. മെഡിസിൻ ഉണ്ടാക്കുന്ന കമ്പനി പ്രൊഡ്യൂസറാണ്. ദെൻ ട്രാൻസ്പോർട്ടർ, നമ്മൾക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ, അവരും ഒരു രീതിയിൽ പറഞ്ഞാൽ അവരും പ്രൊഡ്യൂസേഴ്സാണ്, നമ്മൾക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ എന്താണ്, ടീച്ചേഴ്സ്, ലോയേഴ്സ്, ഡോക്ടേഴ്സ്, ഇവരെല്ലാം പ്രൊഡ്യൂസേഴ്സാണ്, അവർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ് അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. ദെൻ production requires resources and skill. In economics, by resource we mean factors of production such as land, labor, capital, organization. അപ്പോൾ പ്രൊഡക്ഷന് നമ്മൾക്ക് എന്ത് വേണം, റിസോഴ്സസ് വേണം, അതുപോലെ തന്നെ സ്കിൽസും വേണം അല്ലേ. എക്കണോമിക്സിൽ പറയുമ്പോൾ നമ്മൾക്ക് എന്ത് പറയാം, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ദിസ് റിസോഴ്സസ് ആർ സ്കേഴ്സ്. നമ്മൾ ഈ പറഞ്ഞ ലാൻഡ് സ്കേഴ്സാണ് അല്ലേ, ആവശ്യത്തിനധികം നമ്മൾക്ക് ഉണ്ടാവില്ല. ദെൻ ലേബർ, അതും കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്ഷൻ്റെ റിക്വയർമെൻറ്റ്സ് സ്കില്ലൊക്കെ അനുസരിച്ചുള്ള ലേബേഴ്സിനെ കിട്ടാന്നുള്ളത് ലിമിറ്റഡ് ആണ് അല്ലേ. അതുപോലെ തന്നെ ക്യാപിറ്റൽ ലിമിറ്റഡ് ആണ്. ദെൻ ഓർഗനൈസേഷൻ, അതും ലിമിറ്റഡ് ആണ്. Then it means that the availability of land, labor, capital and skills are all limited. All the resources are capable of being used for different type of production. For example, a piece of land can be used for agriculture, for the construction of a factory or school or hospital. If the land is used for agriculture, then the other options have to be foregone. Thus, in economics, we say that resources have alternative uses. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, നമ്മളിപ്പോൾ നമ്മളുടെ കയ്യിൽ കുറച്ച് ലാൻഡ് ഉണ്ട്. ആ ലാൻഡ് നമ്മൾക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാം, ഒന്നില്ലെങ്കിൽ ആ ലാൻഡിൽ നമുക്ക് കുറച്ച് അഗ്രികൾച്ചർ പ്രോഡക്റ്റ്സ് കൾട്ടിവേറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫാക്ടറി കൺസ്ട്രക്ട് ചെയ്യാം, എന്നിട്ട് പ്രൊഡക്ഷൻ ചെയ്യാം. ദെൻ അല്ലെങ്കിൽ നമുക്കൊരു സ്കൂളോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലോ തുടങ്ങാം. ഇപ്പോൾ നമ്മൾ ആ ലാൻഡ് കുറച്ച് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഫാക്ടറിയും കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റില്ല, സ്കൂൾസോ ഹോസ്പിറ്റൽസോ ഒന്നും അവിടെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ ഓപ്ഷൻസൊക്കെ നമ്മൾക്ക് പോവുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എക്കണോമിക്സിൽ ഒരു റിസോഴ്സിന് ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. ഓക്കെ, ഒരു റിസോഴ്സസിന് ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്, പക്ഷേ നമ്മൾക്ക് അതിൽ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യാനേ പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ദ ഗവൺമെൻറ് ഓഫ് എ കൺട്രി ഹാസ് ടു യൂട്ടിലൈസ് ഇറ്റ്സ് സ്കേഴ്സ് റിസോഴ്സസ് ഫോർ വേരിയസ് പ്രോഗ്രാംസ് വാണ്ട്സ് ഓഫ് ദി പീപ്പിൾ. അതാണ് ഇവിടെ വേരിയസ് പ്രോഗ്രാംസ് ഉദ്ദേശിക്കുന്നത്. ഈ റിസോഴ്സൊക്കെ പീപ്പിളിൻ്റെ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം, ഫോർ ദ ബെനിഫിറ്റ് ഓഫ് പീപ്പിൾ. Then economics is a subject which studies about the problem arising out of unlimited wants and scarcity of resources which satisfies these wants. It studies not only about the problem of individuals but also the problem of society.
അപ്പോൾ നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നത് എന്താണ്? എക്കണോമിക്സിൽ എങ്ങനെ ഈ ചെറിയ കുറച്ച് സ്കേഴ്സ് റിസോഴ്സസ് കൊണ്ട് എങ്ങനെ ഈ പറയുന്ന അൺലിമിറ്റഡ് വാണ്ട്സ് നമ്മൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാം. ഓക്കെ, ലിമിറ്റഡ് റിസോഴ്സ് വെച്ചിട്ട് അൺലിമിറ്റഡ് വാണ്ട്സ് എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാം, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിൻ്റെ മാത്രമല്ല, അതുപോലെ തന്നെ നമ്മൾ സൊസൈറ്റിയുടെയും പ്രോബ്ലംസും എക്കണോമിക്സിലൂടെ പഠിക്കുന്നുണ്ട്. ദെൻ താഴെ എക്കണോമിക്സിൻ്റെ കുറച്ച് ഡെഫിനിഷനുകൾ കൊടുത്തിട്ടുണ്ട്. പ്രൊഫസർ ലിയോണാൾഡ് റോബൻസ് ഓഫ് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് ഡിഫൈൻസ് എക്കണോമിക്സ് ആസ് എ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. അപ്പോൾ പ്രൊഫസർ ലിയോണാൾഡ് റോബൻസ് എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഹ്യൂമൻ ബിഹേവിയറിനെയും അതുപോലെ തന്നെ എൻസ് ആൻഡ് സ്കേഴ്സ്. എൻസ് എന്താ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്, എ പോർഷനിൽ കൊടുത്തിരിക്കുന്നു. എൻസ് റെഫേഴ്സ് ടു ഹ്യൂമൻ വാണ്ട്സ്. ഹ്യൂമൻ ബീങ് ഹാവ് അൺലിമിറ്റഡ് വാണ്ട്സ്. ഇഫ് വൺ വാണ്ട് സാറ്റിസ്ഫൈ അതർ വൺ കംസ് ഇൻ. അപ്പോൾ ഹ്യൂമൻ ബീങ്ങിന് അൺലിമിറ്റഡ് വാണ്ട്സ് ആണ്. ആ വാണ്ട്സിനെയാണ്, എൻഡ്ലെസ് വാണ്ട്സിനെയാണ് നമ്മൾ എൻസ് എന്നുകൊണ്ട് ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ അടുത്തതിൽ എന്താണ്? സ്കേഴ്സ്. ഓക്കെ, അടുത്തത് ബിറ്റ്വീൻ എൻഡ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ് ആൻഡ് സ്കേഴ്സ് മീൻസ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇനി സ്കേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ദ മീൻസ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ വാണ്ട്സ് ആർ സ്കേഴ്സ്. അപ്പോൾ നമ്മൾക്ക് ഈ ഹ്യൂമൻ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കേഴ്സ് എന്ന് പറയുന്നത്. ദ ടേം സ്കേഴ്സിറ്റി, അവിടെ നോക്കുക. ദ ടേം സ്കേഴ്സിറ്റി ഈസ് യൂസ്ഡ് ഇൻ റിലേഷൻ ടു റിക്വയർമെൻറ്റ്സ്. എ കമോഡിറ്റി വിച്ച് ഇസ് ഇൻ എക്സിസ്റ്റൻസ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ഇസ് നോട്ട് റിഗാർഡഡ് ആസ് സ്കേഴ്സ് ഇഫ് നോബഡി ഹാസ് എനി യൂസ് ഓഫ് ഇറ്റ്. ഓക്കെ, അപ്പോൾ സ്കേഴ്സ് റിസോഴ്സസ് എന്ന് പറയുന്നത് നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഐറ്റം കുറച്ച് ക്വാണ്ടിറ്റി നമ്മളുടെ കയ്യിലുള്ളൂ. ഓക്കെ, ഏതെങ്കിലും ഒരു ഐറ്റം എടുക്കുക, പക്ഷേ നമ്മളുടെ കയ്യിൽ അത് കുറച്ചേ ഉള്ളൂ, പക്ഷേ അതിനെന്താണ് യൂസ് ഇല്ല, ആർക്കും അത് ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനൊരിക്കലും എന്താണ് സ്കേഴ്സിറ്റി എന്ന് പറയില്ല. നമ്മളുടെ കയ്യിൽ കുറച്ച് റിസോഴ്സസ് ഉള്ളൂ, പക്ഷേ അതിന് അൺലിമിറ്റഡ് വാണ്ട്സ് ആണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മളവിടെ സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, then on the other hand a commodity may be in existence in large quantities, example rice or wheat, but if the demand is more than its supply it is regarded as scarce in economics. ദെൻ സ്കേഴ്സിറ്റി എന്താണെന്ന് പറഞ്ഞു? റൈസ് ആൻഡ് വീറ്റ് എക്സാമ്പിളായിട്ട് നമ്മൾക്ക് എടുക്കാം. റൈസ് ആൻഡ് വീറ്റ് ഒക്കെ നമ്മൾക്ക് ആവശ്യത്തിലധികം ഉണ്ട് അല്ലേ, പക്ഷേ അതിന് ഡിമാൻഡ് എത്രയാണ്? ഡിമാൻഡ് വളരെ കൂടുതലാണ് അല്ലേ. നമ്മുടെ കൺട്രിയിലുള്ള എല്ലാവർക്കും ആവശ്യമുള്ള പ്രോഡക്റ്റ്സ് ആണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അൺലിമിറ്റഡ് വാണ്ട്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള റിസോഴ്സിനെയാണ് നമ്മൾ സ്കേഴ്സിറ്റി അല്ലെങ്കിൽ സ്കേഴ്സ് റിസോഴ്സസ് എന്ന് പറയുന്നത്. Thus the term scarcity is used in an alternative sense and not in absolute sense. അപ്പോൾ നമ്മളിവിടെ ഒരെണ്ണത്തിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾട്ടർനേറ്റീവ് സെൻസിലല്ല നമ്മളിതിനെ പറയുന്നത്. അബ്സല്യൂട്ടായിട്ട് നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, അതിന് നമ്മൾക്ക് ക്വാണ്ടിറ്റീസ് ഉണ്ട്, പക്ഷേ നമ്മൾക്കതിന് അൺലിമിറ്റഡ് വാണ്ട്സ് ആണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സ്കേഴ്സ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സ്കേഴ്സ് റിസോഴ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്കിനി ഡെഫിനേഷൻ നോക്കാം. ഡെഫിനേഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? Economics is a science which studies human behavior as a relationship between ends and scarce means which have alternative uses. അപ്പോൾ ലിയണാൾഡ് റോബൻസ് പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബിഹേവിയറിനെ സ്റ്റഡി ചെയ്യുന്ന ഒരു സയൻസാണ്. പക്ഷേ ഹ്യൂമൻ ബിഹേവിയറിൽ എന്താണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്? ഹ്യൂമൻ ബിഹേവിയറിന് എൻഡ്ലെസ് വാണ്ട്സും അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ കയ്യിൽ സ്കേഴ്സ് റിസോഴ്സസേ ഉള്ളൂ. ആ സ്കേഴ്സ് റിസോഴ്സസിന് അൺലിമിറ്റഡ് യൂസസ് ഉണ്ട്. ഓക്കെ, അൺലിമിറ്റഡ് യൂസസ് ഉള്ള കുറച്ച് റിസോഴ്സസും അതുപോലെ തന്നെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ എൻഡ്ലെസ് വാണ്ട്സും ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നതെന്നാണ് ലിയണാൾഡ് റോബിൻസ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് തേർഡ് പോയിന്റ് നോക്കാം. സിയിൽ എന്താ പറയുന്നത്? സ്കേഴ്സ് മീൻസ് ആർ കേപ്പബിൾ ഓഫ് ആൾട്ടർനേറ്റീവ് യൂസസ്. നമ്മൾ പറഞ്ഞു കുറച്ച് റിസോഴ്സസേ ഉള്ളൂ, പക്ഷേ നമ്മൾക്ക് അതിന് പല യൂസസും ഉണ്ട്. ഒരു പ്രൊഡക്റ്റിന് തന്നെ പല യൂസസ് ഉണ്ട്. നമ്മളിപ്പോൾ ലാൻഡ് പറഞ്ഞു നമുക്കത് അഗ്രികൾച്ചർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ദെൻ ഒരു ഫാക്ടറി കൺസ്ട്രക്ട് ചെയ്തിട്ട് പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യാം. ദെൻ സ്കൂളോ ഹോസ്പിറ്റലോ നമ്മൾക്ക് അവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പല യൂസസ് ഉണ്ട്. ദെൻ എക്കണോമിക് പ്രോബ്ലംസ് വുഡ് നോട്ട് ഹാവ് ഒക്കേർഡ് ഇഫ് വൺ റിസോഴ്സ് could be put only to one use. Suppose a person has 1 lakh. ഒരാളുടെ കയ്യിൽ 1,00,000 രൂപയുണ്ട്. He may deposit the money in a bank and earn interest. ഫസ്റ്റ് ആൾട്ടർനേറ്റീവ് എന്താണ്? അയാൾക്ക് ആ 1,00,000 ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഇൻട്രസ്റ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുക മന്ത്ലി. അങ്ങനെ ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് ആൾട്ടർനേറ്റീവ്, he may buy a rickshaw and run as taxi. ദെൻ അയാൾക്ക് ഒരു റിക്ഷ വാങ്ങാം, എന്നിട്ട് ടാക്സി ആയിട്ടത് ഓടിക്കാം. ദെൻ he may start a tea shop or retail shop and
ദ ആൾട്ടർനേറ്റീവ്സ് ഗോ ഓൺ. അപ്പോൾ നമ്മൾക്ക് 1,00,000 രൂപയുണ്ട്, അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലേ. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാം, എന്നിട്ട് ഇൻട്രസ്റ്റ് വാങ്ങിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരു റിക്ഷ വാങ്ങിച്ചിട്ട് അത് റൺ ചെയ്തിട്ട് നമ്മൾക്ക് അതിൽ നിന്ന് ഏൺ ചെയ്യാം. then ഒരു ടീ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാം, ഒരു റീറ്റെയിൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ പല ആൾട്ടർനേറ്റീവ്സ് ഉണ്ട് അല്ലേ. ഇഫ് ഹി യൂസസ് എ മണി ഫോർ വൺ ആൾട്ടർനേറ്റീവ് ഹി ഹാസ് ടു സാക്രിഫൈസ് ദ അതർ ആൾട്ടർനേറ്റീവ്സ്. നമ്മളിപ്പോൾ ഏതെങ്കിലും ഇതിൽ ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ആൾട്ടർനേറ്റീവ്സ് എല്ലാം നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതെ പോവുകയാണല്ലേ. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾക്ക് ഒരു സ്കേഴ്സ് റിസോഴ്സസ് ആണെങ്കിലും അതിന് ആൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. ഓക്കെ. Then, in short, according to Robin, unlimited wants and scarcity of resources from a fundamental economics. ഓക്കെ, അപ്പോൾ എക്കണോമിക്സിൽ പറയുന്നത് എന്താണ്? അൺലിമിറ്റഡ് വാണ്ട്സ് ആണ്, അതുപോലെ തന്നെ സ്കേഴ്സ് റിസോഴ്സസ് ആണ് എന്നുള്ളതാണ് റോബിൻസ് ഡെഫിനിഷനിൽ പറഞ്ഞിരിക്കുന്നത്. Then, in the words of G.J. Stigler, economics is a study of principles governing the allocation of scarce means among competing ends when the objectives of allocation is to maximize the attainment of ends. Then അടുത്തൊരു ഡെഫിനിഷനാണ് ഇവിടെ പറയുന്നത്. എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ പറയുന്ന സ്കേഴ്സ് റിസോഴ്സസിനെ എങ്ങനെ അലൊക്കേറ്റ് ചെയ്യാം, നമ്മളുടെ എൻഡ്ലെസ് വാണ്ട്സ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് വാണ്ട്സിനനുസരിച്ച് നമ്മൾക്ക് എങ്ങനെ ഈ സ്കേഴ്സ് റിസോഴ്സസിനെ അലൊക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പഠിക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ ഒബ്ജക്റ്റീവ് എന്തായിട്ടാണ് പറയുന്നത്? മാക്സിമൈസ് ദ അറ്റൈൻമെൻറ്റ് ഓഫ് എൻഡ്സ്, അതായത് നമ്മളുടെ വാണ്ട്സ്, ഓക്കെ, അൺലിമിറ്റഡ് വാണ്ട്സിനെ അറ്റൈൻ ചെയ്യുക അല്ലെങ്കിൽ അതിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് ഒബ്ജക്റ്റീവായിട്ട് എടുത്തുകൊണ്ട് നമ്മളുടെ സ്കേഴ്സ് റിസോഴ്സസിനെ എങ്ങനെ അലൊക്കേറ്റ് ചെയ്യാം എന്നുള്ളതാണ് എക്കണോമിക്സ് എന്നാണ് G.J. സ്റ്റിഗ്ലർ പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.